ആദ്യം തന്നെ പറയാം, ഒരു ആസ്ട്രോണോട്ട് ആവാന്നുള്ളത് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് നമുക്കൊരു ആസ്ട്രോണോട്ട് ആവാൻ കഴിയുള്ളൂ. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ആസ്ട്രോണോട്ട് ആവാനുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം പറയാൻ പറ്റില്ല. എന്നാലും ഒരു ആസ്ട്രോണോട്ട് ആവണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഇത് എഞ്ചിനീയറിംഗ്, ബയോളജി, ഫിസിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. ബാച്ചിലേഴ്സ് ഡിഗ്രി സ്റ്റെം ഫീൽഡിലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഈ 4 ഫീൽഡിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതായത് ഇവരുടെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, ഒരുപാട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക, സ്പേസ് ഷിപ്പിലോ സാറ്റലൈറ്റിലോ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചൊരു ധാരണ വേണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കണം. ഇതിനുശേഷം നമ്മൾ എടുത്ത സ്ട്രീമിൽ നമുക്ക് 3 വർഷത്തെ റെലവൻറ്റ് എക്സ്പീരിയൻസ് വേണം. പണ്ടൊക്കെ ആസ്ട്രോണോട്ട് ആവണമെങ്കിൽ പൈലറ്റ് ട്രെയിനിങ് മസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ പൈലറ്റ് ട്രെയിനിങ് മസ്റ്റ് അല്ല. അതായത് ഒരു പ്രിഫറൻസ് പോലെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്ന് വെക്കാം. പക്ഷെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, അതായത് നമ്മുടെ ശരീരവും ഹെൽത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആസ്ട്രോണോട്ട് ആവാൻ കഴിയില്ല. അതായത് 20/20 ഐസൈറ്റ് വേണം. ആസ്ട്രോണോട്ട് ആവണമെങ്കിൽ ഐസൈറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് വേണം. ഹൈറ്റ് അധികം ഓവർ ആവാനും പാടില്ല, അധികം കുറയാനും പാടില്ല. ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ആൾക്കാരെയാണ് ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് ഇടുന്ന പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ട് മിനൂവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതായത് ഭയങ്കര തിക്കായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്യൂട്ട് ധരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു മെയിൻ റീസൺ കാരണമാണ് പെർഫെക്റ്റ് ഫിസിക്കൽ കണ്ടീഷൻ ഇവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നാസയുടെ ഒരു ആസ്ട്രോണോട്ട് ആണ് ആവണമെങ്കിൽ നിങ്ങൾ US സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് എങ്കിലും വേണം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് നിങ്ങൾ ഈ സെലക്ഷൻ പ്രൊസീജിയർ പാസ്സായെന്ന് വെച്ചോ, ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ട്രെയിനിങ് വരുന്നത്. അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾ ട്രെയിനിങ്ങിലായിരിക്കും. അതായത് സ്പേസിൽ ഉപയോഗിക്കുന്ന സിസ്റ്റംസും കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ്, സ്പേസിൽ യൂസ് ചെയ്ത വെഹിക്കിൾസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ്, അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളാണ് ഈ 2 വർഷത്തേക്കുള്ളത്. ഇതിൻ്റെ ഒപ്പം എർത്ത് സയൻസ്, മീറ്ററോളജി, സ്പേസ് സയൻസ്, എഞ്ചിനീയറിംഗ്, ഈ 4 സബ്ജക്ട്സ് നമ്മൾ പഠിക്കേണ്ടി വരും. ഇതാണ് ഏറ്റവും മെന്റലി ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷമാണ് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ട്രെയിനിങ്. അതായത് കരയിലും വെള്ളത്തിലും സർവൈവ് ചെയ്യാനുള്ള ട്രെയിനിങ്. അതായത് സ്വിമ്മിങ് ഉണ്ടാവും, സ്കൂബ ഡൈവിംഗ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എമർജൻസി ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആസ്ട്രോണോട്സിന് സർവൈവ് ചെയ്യാൻ കഴിയണം. അതായത് ഏതൊരു കണ്ടീഷൻസിലും, അതായത് ഫിസിക്കലി ആവട്ടെ മെന്റലി ആവട്ടെ, ഏതൊരു കണ്ടീഷൻസിലും ആസ്ട്രോണോട്സിന് സർവൈവ് ചെയ്യാൻ കഴിയണം. ഇവർക്ക് വാട്ടർ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അതാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളത്. അതായത് ഫുൾ സ്പേസ് സ്യൂട്ട് ഇട്ടിട്ട് 25 മീറ്റർ നീളമുള്ള സ്വിമ്മിംഗ് പൂൾ നമ്മൾ നീന്തി കിടക്കണം. അത് 3 പ്രാവശ്യം. ഇതിനൊക്കെ പുറമെ സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ ഗ്രാവിറ്റി പ്ലെയിനിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അതായത് സീറോ ഗ്രാവിറ്റി പ്ലെയിൻ്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ്. അങ്ങനെ ഒരു ദിവസം 40 പ്രാവശ്യമെങ്കിലും ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യും. ചുരുക്കത്തിൽ പറയാൻ ആസ്ട്രോ ട്രെയിനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഫിസിക്കലിയും മെന്റലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് ഒരു 5 കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സിസ്റ്റം ട്രെയിനിങ്, അതായത് ISSൽ കണ്ടുവരുന്ന സിസ്റ്റംസും കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണിത്. അടുത്തത് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി ട്രെയിനിങ്. പിന്നെ അടുത്തത് വരുന്നത് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ റഷ്യൻ ലാംഗ്വേജും കൂടി ഫെമിലിയർ ആയിരിക്കും. അതായത് ISS എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ്. അതായത് ഒരുപാട് രാജ്യത്തിൽ നിന്നുള്ള ആസ്ട്രോണോട്സ് ISSൽ വരും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്ട്രോണോട്സിന്റെ 2 കാറ്റഗറിയിൽ തിരിക്കും. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പൈലറ്റ്സ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് മിഷൻ സ്പെഷ്യലിസ്റ്റ്. ഇതൊക്കെ കൂടാണ്ട് ഇവർക്ക് വേറൊരു ട്രെയിനിങ് ഉണ്ട്. ഇതിന്റെ പേരാണ് ന്യൂട്രൽ ബോയൻസി ലബോറട്ടറി ട്രെയിനിങ്. അത് സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഭൂമിയിൽ വെച്ച് ഒരുപാട് ഡ്യൂറേഷൻ നേരെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ സാറ്റലൈറ്റ്സിന്റെ ഒക്കെ റെപ്ലിക്ക വെച്ചിട്ടുണ്ട്. അതായത് ആസ്ട്രോണോട്സ് എല്ലാം ഫുൾ സ്യൂട്ട് ഇട്ടിട്ട് വെള്ളത്തിനടിയിൽ പോയിട്ട് ഈ റിപ്പയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കും. നമ്മുടെ ഭൂമിയിൽ സീറോ ഗ്രാവിറ്റിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് വെള്ളത്തിൽ കിടക്കാന്നുള്ളത്. അതായത് ഇവിടെ ന്യൂട്രൽ ബോയൻസിയാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. ബോയൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ സംഭവം വെള്ളത്തിൽ പൊങ്ങി കിടക്കാനുള്ള ടെൻഡൻസിനാണ് നമ്മൾ ബോയൻസി എന്ന് വിളിക്കുന്നത്. ന്യൂട്രൽ ബോയൻസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഈ വെള്ളത്തിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചാൽ അത് മുങ്ങി പോകാണ്ട് അത് ആ പൊസിഷനിൽ തന്നെ നിൽക്കും. അതിനെയാണ് ന്യൂട്രൽ ബോയൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോണോട്സിന് എങ്ങനെയാണ് ന്യൂട്രൽ ബോയൻസി അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വെള്ളത്തിൽ വീണെന്ന് വെച്ചോ, നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിന്റെ മുകളിലേക്ക് താനെ പൊങ്ങി വരും. അതിന് മെയിൻ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ്. അതായത് അവിടെ പോസിറ്റീവ് ബോയൻസി ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസ് സ്യൂട്ട് ഇട്ടിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബോയൻസി ബാലൻസ് ആവും. അപ്പോൾ നമുക്ക് ന്യൂട്രൽ ബോയൻസി അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതേ ഫീലിംഗ് നമുക്ക് ന്യൂട്രൽ ബോയൻസിയിൽ കിട്ടും. വേറൊരു സംഭവം, ഭൂമിയിൽ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെ പറ്റിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ
സ്പേസിലാണ് നിൽക്കണമെങ്കിൽ, അതായത് സീറോ ഗ്രാവിറ്റിയിലാണ് നിൽക്കണമെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ പാറ്റേൺ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ തല കുത്തി നിന്നാലും നേരെ നിന്നാലും നമ്മൾ എങ്ങനെ നിന്നാലും നമുക്ക് ഒരേ രീതിയിലായിരിക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, വേറൊരു ട്രെയിനിങ് ഉണ്ട്, ജി ഫോഴ്സ് ട്രെയിനിങ്. അതായത് നമ്മൾ സ്പേസിലേക്ക് പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ജി ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ജി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതായത് നമ്മൾ സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ, നമ്മൾ ഭൂമിയിലേക്ക് റീ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. അതായത് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെക്കാളും 7-8 ടൈംസ് സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്ര എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ഒരു സംഭവം തരുന്നത്. ഇത്രയും പ്രൊസീജിയേഴ്സും സ്റ്റെപ്സും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങളൊരു ആസ്ട്രോനോട്ട് ആവുള്ളൂ. അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികളിൽ ഒന്നാണ് ആസ്ട്രോനോട്ട് ആവുക എന്നുള്ളത്. അത് മാത്രമല്ല, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ആസ്ട്രോനോട്ട് ആവാൻ കഴിയുള്ളൂ. ഇപ്പം നിങ്ങളൊരു ആസ്ട്രോനോട്ട് ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവറും വിൽ പവറും ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആസ്ട്രോനോട്ട് ആവാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് ഒരു ആസ്ട്രോനോട്ട് ആവുന്നതിനെ പറ്റിയിട്ട് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, കുറച്ച് പേര് ടോപ്പിക്കിനെ പറ്റി കമൻസിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സയൻസും സ്പേസും ആസ്ട്രോണോമിയൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.